ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ സൗമ്യതയുടെയും കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അമ്മയാണ്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈശോയുടെ പക്കൽ അമ്മ മാധ്യസ്ഥം വഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആരും എന്നെ സഹായിക്കാനില്ലല്ലോ എന്നോർത്ത് മനസ്സ് ഭാരപ്പെടുന്നുവോ? ഈ നിമിഷം നിങ്ങളെ ഏവരെയും ആവേ മരിയ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയുടെ ഹൃദയം ഒരമ്മ തൊട്ടിലാണല്ലോ. ഈശോയുടെ സ്നേഹം മുഴുവൻ നൽകിക്കൊണ്ട് ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും നയിക്കുകയും ചെയ്യുന്ന അമ്മ തൊട്ടിൽ. സ്നേഹമുള്ളവരെ, നമ്മുടെ വേദനകളും നമ്മുടെ പ്രാർത്ഥനകളും സഹനങ്ങളും എല്ലാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് തുടർന്നു വരുന്ന ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ച് അമ്മയുടെ സ്നേഹം മുഴുവൻ നമുക്ക് ആസ്വദിക്കാം, അനുഭവിക്കാം. ഒരു മനുഷ്യൻ ജനിച്ചു വീഴുന്ന സമയം മുതൽ കുഴിമാടം വരെയുള്ള സമയങ്ങളിൽ അവൻ്റെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന വ്യക്തി അവന് ജന്മം നൽകിയ അവൻ്റെ അമ്മയാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തേണ്ട വ്യക്തി പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയെ, മാതാവേ, നീ എൻ്റെ അടുത്തുണ്ടെങ്കിൽ എൻ്റെ കുറവുകളെല്ലാം നിറവുകളായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വിശ്വസിക്കാം പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയോട്. കർമ്മലാ
കുരിശിൻ്റെ ചുവട്ടിൽ വരെ അമ്മ ഈശോയെ സ്നേഹിച്ച അമ്മയുടെ ആ സ്നേഹം ഞാനും തിരിച്ചറിയുന്നമ്മേ. അമ്മേ, അമ്മ ഈശോയെ സ്നേഹിച്ചതുപോലെ ഞങ്ങളെയും സ്നേഹിക്കണം അമ്മേ. സ്നേഹമുള്ളവരെ, അമ്മയുടെ കരങ്ങളിലേക്ക് സ്നേഹത്തിനായി കൊതിക്കുന്ന, അംഗീകാരത്തിനായി ദാഹിക്കുന്ന നമ്മുടെ പാവപ്പെട്ട ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഈശോയെ സ്നേഹിച്ചതുപോലെ, ഈശോയെ നടത്തിയതുപോലെ എന്നെയും നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നസ്രത്തു തൊട്ട് കാൽവരി മലവരെ മാതൃസ്നേഹം ചൊരിഞ്ഞൊരമ്മേ. നസ്രത്തു തൊട്ട് കാൽവരി മലവരെ മാതൃസ്നേഹം ചൊരിഞ്ഞൊരമ്മേ. അമ്മതൻ വാത്സല്യധാരയാലെന്നും എന്നെ പാലിക്കാൻ മനസ്സാകണേ. അമ്മതൻ വാത്സല്യധാരയാലെന്നും എന്നെ പാലിക്കാൻ മനസ്സാകണേ. എന്നെ പാലിക്കാൻ മനസ്സാകണേ. കർമ്മല മാതാവേ, നിൻ കരവലയം അമ്മ തൊട്ടിൽ, അമ്മ തൊട്ടിൽ, അമ്മ തൊട്ടിൽ. ചാഞ്ചക്കമാട്ടി രാരീരം പാടി പൊന്നുമ്മ നൽകി അഭയം നൽകി. ചാഞ്ചക്കമാട്ടി രാരീരം പാടി പൊന്നുമ്മ നൽകി അഭയം നൽകി. കർമ്മല റാണിതൻ മാതൃസ്നേഹം കർമ്മല മാതാവേ, നിൻ കരവലയം അമ്മ തൊട്ടിൽ, അമ്മ തൊട്ടിൽ, അമ്മ തൊട്ടിൽ. പരിശുദ്ധ അമ്മയുടെ സഹായം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കടന്നു വരട്ടെ എന്ന്, ആ സാന്നിധ്യം കൊണ്ട് നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഈ നിമിഷങ്ങളിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ നസ്രത്തിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജീവിച്ചു വളർന്നുകൊണ്ട് തിരുക്കുടുംബത്തിൻ്റെ ചൈതന്യത്തിലേക്ക് ആ കുടുംബത്തെ വളർത്തിക്കൊണ്ടുവന്നവളാണ്. എല്ലാ കാലഘട്ടങ്ങളിലും തിരുസഭയുടെ അമ്മയായ, കുടുംബത്തിൻ്റെ നാഥയായ പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാം കുടുംബങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യഗ്രത മനസ്സിൽ സൂക്ഷിക്കുന്നവളാണ് എന്ന്, നിരന്തരം അതിനുവേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവളാണ് എന്ന് തിരുവചനത്തിൻ്റെ ഇതളുകളിൽ നിന്ന് നമുക്ക് നന്നായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാനായിലെ കല്യാണ വീട്ടിലേക്കുള്ള ഓട്ടവും എലിസബത്തിൻ്റെ ഭവനത്തിലേക്കുള്ള യാത്രയൊക്കെ കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയും കുടുംബങ്ങളിൽ ഓരോ വ്യക്തിയും പരിശുദ്ധാത്മാവിനെ നിറയാൻ വേണ്ടിയുള്ള അമ്മയുടെ തിരക്കുള്ള യാത്രകളുടെയും ഭാഗമായിരുന്നുവെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. തിരുക്കുടുംബം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വളർന്ന് അതിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പരിശുദ്ധാത്മാവായിരുന്നു പരിശുദ്ധ അമ്മയെ നയിച്ചുകൊണ്ടിരുന്നത്. കാരണം ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വചനത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ദൈവപിതാവിന് പരിപൂർണമായി അടിയറ വയ്ക്കുന്നതിന് മുമ്പ് ഇതെങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ദൂതൻ്റെ മറുപടി അവൾക്കുത്തരമായി കിട്ടുന്നത്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ആത്മാവിൽ നിറഞ്ഞ ഒരു കുടുംബത്തിൻ്റെ കഥ ഈശോയിലും പരിശുദ്ധ അമ്മയിലും വിശുദ്ധ യൗസേപ്പിതാവിലും നാം കാണുമ്പോൾ മറ്റു കുടുംബങ്ങളിലേക്കും അതേ ചൈതന്യത്തെ നൽകുവാനായിട്ടുള്ള അമ്മയുടെ നെട്ടോട്ടങ്ങൾ എലിസബത്തിൻ്റെ വീട്ടിലും അമ്മ ചെയ്തത് അതുതന്നെയാണ്. കാനായിലെ കല്യാണ വീടിൻ്റെ കുറവുകളെ നികത്തിയപ്പോഴും അമ്മ ചെയ്തത് അതുതന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന്
അമ്മയുടെ നിർദ്ദേശങ്ങളിലേക്കും സന്ദേശങ്ങളിലേക്കും എല്ലാ മക്കളും നന്നായി മനസ്സ് തിരിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ അത്രയേറെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും കൂടി നമ്മളിന്ന് ഓർത്തെടുക്കുകയാണ്. കുടുംബത്തെക്കുറിച്ചുള്ള അമ്മയുടെ വ്യഗ്രതകളാണത്. സ്വർഗത്തിൻ്റെ വ്യഗ്രതകളാണ് അത് ഓരോന്നും. 1917 ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകിയ കുറേ മെസ്സേജുകളെ നമ്മളെല്ലാവരും കാര്യമായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. പക്ഷേ കാര്യമായി എടുക്കാതെ പോയ ചില കാര്യങ്ങളെ കൂടി നമ്മുടെ മനസ്സിലേക്ക് ഇന്ന് കൊണ്ടുവരാം. സൃഷ്ടിയുടെ എല്ലാ മേഖലകളിലും തിന്മകൾ കടന്നു വരുന്നൊരു സാധ്യതകൾ, സാഹചര്യങ്ങൾ, സ്ത്രീ പുരുഷ ബന്ധത്തിൽ വരുന്ന തകർച്ചകൾ, അതിനെക്കുറിച്ചൊക്കെ അമ്മ അവിടെ പ്രതിപാദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 17-ാം നൂറ്റാണ്ടിൽ ഇക്വദോറിൽ വെച്ച് പരിശുദ്ധ അമ്മ മദർ മരിയാനയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് സഭ അംഗീകരിച്ച ഒരു പ്രത്യക്ഷീകരണം തന്നെയാണ്. നല്ല വിജയത്തിൻ്റെ അമ്മ എന്ന പേരിലാണ് അമ്മ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ഈ നല്ല വിജയത്തിൻ്റെ അമ്മ കടന്നു വന്നപ്പോൾ അമ്മ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഇതാണ്. 19-ാം നൂറ്റാണ്ടിലെ അവസാനത്തോടു കൂടി 20-ാം നൂറ്റാണ്ട് മുഴുവനും വലിയ ധാർമ്മിക തകർച്ചകൾക്ക്, വലിയ പരാജയങ്ങൾക്ക്, വിശ്വാസ മേഖലകളിലുള്ള തകർച്ചകളിലേക്ക് സമൂഹം കടന്നു വരുന്നതിനെക്കുറിച്ച് അമ്മ അവിടെ പറഞ്ഞു വന്നു. ഒപ്പം തന്നെ വിവാഹമെന്ന കൂദാശ, ആ കൂദാശയുടെ വലിയ മഹനീയതയെക്കുറിച്ച് അമ്മ പറഞ്ഞു വയ്ക്കുന്ന ഇപ്രകാരമാണ്: ക്രിസ്തുവുമായിട്ടുള്ള സഭയുടെ അഭേദ്യമായ ബന്ധത്തെ, ആ ഐക്യത്തെ കാണിക്കുന്ന വിവാഹമെന്ന കൂദാശ പരിപൂർണമായി അശുദ്ധമാക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരുന്നത്, തകർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരുന്നതിനെക്കുറിച്ചുള്ള അമ്മയുടെ സങ്കടകരമായ ഒരു ആഹ്വാനമാണ് ഇത്. തീർച്ചയായും ഈ ഒരു മേഖലയിലോട്ട് കടന്നു വരുമ്പം നമുക്കെല്ലാവർക്കും അനുദിനവും നമ്മൾ ഈ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ്. കുടുംബം ആഴത്തിൽ ആക്രമിക്കപ്പെടും എന്നുള്ളൊരു വാക്കാണ് അമ്മ അവിടെ പറഞ്ഞു വയ്ക്കുക. ആഴത്തിൽ ആക്രമിക്കപ്പെടുന്ന അവസ്ഥകൾ, മൂല്യങ്ങൾ കുറഞ്ഞു പോകുന്ന അവസ്ഥകൾ, സ്നേഹം കുറഞ്ഞു പോകുന്ന അവസ്ഥകൾ, തെറ്റിദ്ധാരണകൾ കൂടി വരുന്ന അവസ്ഥകൾ, ദൈവവിശ്വാസം പരിപൂർണമായിട്ട് ഇല്ലാതാകുന്ന അവസ്ഥകൾ. ഈ അവസ്ഥകളിൽ ഇപ്രകാരം ഒരു അവസ്ഥ കടന്നു വരാൻ കാരണമാകുന്ന വേറെ ചില കാര്യങ്ങളെക്കുറിച്ച് അമ്മ ഓർമ്മിപ്പിക്കുന്ന എങ്ങനെയാണ്: ഫ്രീ മേസൺസറി ഗ്രൂപ്പുകൾ ശക്തമാകും. എന്നിട്ട് നിയമാനുസൃതമല്ലാത്ത വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള നിയമനിർമ്മാണ നടപടികൾ സമൂഹത്തിലുണ്ടാകും, രാഷ്ട്രീയമായിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമ്മുടെ നാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ടറിയാം. അമ്മയുടെ വാക്കുകൾക്ക് ഇനിയും എന്നാണ് നമ്മൾ കണ്ണു തുറക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അമ്മ ആ നാളുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം ഇതാണ്: ഈ കാര്യങ്ങളൊന്നും ആരും അറിയില്ല. മറ്റനേകം ആത്മീയ പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ പുറത്തേക്ക് ഇറക്കപ്പെടും. എല്ലാവരും വലിയ പാണ്ഡിത്യമുള്ള കാര്യങ്ങളിലോട്ട് കടന്നു പോകും. അമ്മ പറഞ്ഞു വയ്ക്കുന്ന വാക്കുകളെ ആരും പരിഗണിക്കാതിരിക്കാൻ ഇത് കാരണമായി തീരുമെന്നാണ് അന്ന് തന്നെ അമ്മ മുൻകൂട്ടി പറഞ്ഞത്. 17-ാം നൂറ്റാണ്ടിൽ പറഞ്ഞ ഈ കാര്യം ഇന്ന് നമ്മൾ എത്ര ആഴത്തിലാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് വീണ്ടും അമ്മ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാണ്: ഇങ്ങനെ നിയമാനുസൃതമല്ലാത്ത വിവാഹത്തിലൂടെയും നിയമാനുസൃതമല്ലാത്ത മറ്റ് കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്ന രീതിയിലൂടെയും ഒക്കെ കടന്നു വരുമ്പം എല്ലാവരും പാപത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥ സമൂഹത്തിൽ കടന്നു വരും. ഒരാത്മാവ് പോലും വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ കൺമുമ്പിലാണ് എന്ന് നമ്മൾ അറിയുകയാണെങ്കിൽ, അതിലൂടെ നമ്മൾ കടന്നു പോവുകയാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഇനി നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക? അമ്മ ഓർമ്മിപ്പിക്കുന്ന വാക്കിതാണ്: വിശുദ്ധിയോടുകൂടി ജീവിക്കുന്ന ഒരാത്മാവിനെ പോലും കണ്ടെടുക്കുക വളരെ വളരെ പ്രയാസമുള്ള ഒരു സാഹചര്യം. അശുദ്ധി ഒരു സമുദ്രം പോലെ സമൂഹത്തിലൂടെ ഒഴുകുന്ന അവസ്ഥ. ഇത് മുഴുവനും കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഒരു യാഥാർത്ഥ്യത്തിലൂടെയാണ് കടന്നു വരുന്നതെങ്കിൽ മനുഷ്യരും മുഴുവനും ആ ഒരു പരാക്രമത്തിലൂടെയാണ് പോകുന്നതെന്നും കൂടി നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ. ഇവിടെയാണ് അമ്മയുടെ വാക്കിന് വില കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂട്ടിക്കൊണ്ടുവരേണ്ടത്. ആഡംബരപൂർണമായ ജീവിതവും ഒത്തുതീർപ്പുകൾ നിറഞ്ഞ ഒരു സാഹചര്യവും വിശ്വാസത്തിലും കുടുംബത്തിൻ്റെ ഭദ്രതയിലും കടന്നു വരുമ്പോൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അമ്മ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ മറ്റൊന്നുമല്ല, പ്രാർത്ഥനയിലൂടെ, പ്രായശ്ചിത്തത്തിലൂടെ, പരിഹാരത്തിലൂടെ കഴിഞ്ഞകാല സംഭവങ്ങൾക്കും ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെയും അതിജീവിച്ച് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു ക്ഷണമാണ് അമ്മ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, അമ്മ പറയുന്നു, അശുദ്ധി നീക്കാൻ ഒരേയൊരു കാര്യമേ ഉള്ളൂ: പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയല്ലാതെ വേറൊരു മാർഗമില്ല. പരിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിൽ നിന്ന് വിശുദ്ധ കൂദാശകളെ നിസ്സാരമായി കാണുന്ന അവസ്ഥയിലേക്ക് ഇതുവഴി അനേകർ കടന്നു വരാൻ ഇടയാകുമെന്ന് അമ്മ ഓർമ്മിപ്പിക്കുകയായിരുന്നു.
ശരിയാണല്ലോ. വിവാഹമെന്ന കൂദാശയുടെ പവിത്രത നഷ്ടപ്പെടുമ്പോൾ, ദൈവം ആശീർവദിക്കാത്ത വിവാഹ ജീവിതങ്ങൾ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാത്ത, ദൈവത്തിൻ്റേതല്ലാത്ത, ഈ വാക്കുകളൊക്കെയാണ് അമ്മ ഉപയോഗിച്ചിരിക്കുന്നത്, ദൈവത്തിൻ്റേതല്ലാത്ത കുടുംബജീവിതങ്ങൾ കടന്നു വരുമ്പോൾ എല്ലാവരും പാപത്തിൻ്റെ അവസ്ഥയിലേക്കാണ് വരുന്നത്. പിന്നീട് നമ്മുടെ ധാർമ്മിക ബോധങ്ങൾ എവിടെ പോകുമെന്ന് നമുക്കറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കടന്നു വരും. ചിന്തയിൽ അന്ധത നിറഞ്ഞ്, ബുദ്ധിയിൽ മാലിന്യം നിറഞ്ഞ്, എല്ലാ ജീവിത മേഖലകളിലും തെറ്റിൻ്റെ വഴികളിലൂടെ ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റുന്ന ജ്ഞാനം നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ട് തന്നെ അന്ധതയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം. ഇവിടെ നമുക്ക് സഹായത്തിനായി മറ്റൊന്നും ചെയ്യാനില്ല. നമ്മെ സഹായിക്കാനായി ഈശോ നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തെ ഏറ്റവും സ്നേഹത്തോടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. ഫാത്തിമയിൽ നിന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജപമാല രാജ്ഞിയാണ്, നിങ്ങളുടെ വീടുകളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന്. പാട്രിക് പേറ്റനിലൂടെയും ഈ ഒരു സാഹചര്യം തന്നെയാണ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് കൊണ്ടുവരിക. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും. ഈ ഒരുമിച്ച് നിലനിൽപ്പിനുള്ള ഈ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടണമെങ്കിൽ പരിശുദ്ധ അമ്മയെ നമ്മളൊന്ന് കൂട്ടുപിടിക്കണം. പ്രിയപ്പെട്ടവരെ, സെഹിയോൻ്റെ ഒരു അനുഭവം ഇത് തന്നെയാണ്. ശിഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പേടിച്ചരണ്ട് ഓടുന്നതായി കാണാം ഈശോയുടെ മരണശേഷം. അവരെ എല്ലാവരെയും ഒരുമിച്ചിരുത്തി കൃപയുടെ വലിയൊരു അഭിഷേകത്തിലേക്ക് അമ്മയാണ് കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു അവസ്ഥ തന്നെയാണ് നമുക്കിന്നും വേണ്ടത്. കാരണം നമ്മുടെ കുടുംബങ്ങളും ഇന്ന് ചിതറിക്കപ്പെട്ട അനുഭവങ്ങളാണ്. ഒരുപക്ഷെ പിതാവ് മറ്റൊരു സ്ഥലത്തേക്കും മറ്റൊരു വിശ്വാസത്തിലായിരിക്കാം, മാതാവ് വേറൊരു വിശ്വാസത്തിൽ, പരസ്പരം അടുക്കാനോ സംസാരിക്കാനോ പറ്റാത്ത അവസ്ഥകൾ, കുഞ്ഞുങ്ങൾ ഇതെല്ലാം കണ്ട് ശ്വാസം വിട്ട് ജീവിക്കുന്ന അനുഭവങ്ങൾ, ഏറ്റവും വിശ്വസ്തമെന്നും ഏറ്റവും കത്തോലിക്കമാണെന്നും നല്ല രീതിയിൽ ജീവിക്കുന്നു എന്ന് പറയുന്ന കുടുംബങ്ങളിൽ പോലും പ്രശ്നങ്ങൾ അനവധിയാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു സാഹചര്യം പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച് കുടുംബത്തിൻ്റെ ആ കൃപയും വിശുദ്ധിയും നമ്മൾ കൂട്ടിക്കൊണ്ടുവരാനുള്ളതാണ്. പലപ്പോഴും നമ്മുടെ പല വീടുകളിലേക്കും കടന്നു ചെല്ലുമ്പോൾ എന്തിനു വേണ്ടിയാണ് പണവും സമയവും വ്യയം ചെയ്യേണ്ടത് എന്നുള്ള ബോധ്യം നമുക്കില്ലാതായി പോകുന്ന അനുഭവങ്ങളാണ്. അതിനു മുമ്പിൽ കുഞ്ഞുങ്ങൾ ചോദിക്കുന്നതനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കും. അവരുടെ ഒരു മായാലോകത്തിലേക്ക് അവർ കടന്നുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെ, യാഥാർത്ഥ്യമറിയാതെ ജീവിച്ച് കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ അമ്മ പറഞ്ഞ വാക്കുകളെ നമുക്ക് മറന്നു പോകാതിരിക്കാം. അതുമാത്രമല്ല, കുടുംബത്തെ തകർക്കാൻ വേണ്ടി സാത്താൻ ആരാധകരും ഫ്രീ മേസൺസറി ഗ്രൂപ്പുകളും ശക്തമാകുമെന്ന അമ്മയുടെ മുന്നറിയിപ്പിന് മുമ്പിൽ അവർ വിതച്ചിരിക്കുന്ന വിത്തുകളെ കൂടി നമ്മൾ തിരിച്ചറിയണം. 3 മാർഗങ്ങളിലൂടെയാണ് അവർ ശക്തമായി സാത്താൻ രാജ്യം പടർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ദൈവരാജ്യത്തെ താഴ്ത്തിയിടാനും. 1 സെക്സ്, 2 ഡ്രഗ്സ്, 3 മീഡിയ. ഈ 3 മാധ്യമങ്ങൾ ദൈവം തന്നതാണെങ്കിലും ആ ദൈവം തന്ന മാർഗങ്ങളിലേക്ക് തിന്മയുടെ എല്ലാ സ്വാധീനങ്ങളെയും കലർത്തിക്കൊണ്ടാണ് ഈ കുടുംബത്തെയും വ്യക്തികളെയും അശുദ്ധിയിലേക്ക് നയിക്കാനും ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കാനും കാരണമാക്കി തീരുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധയുണ്ടാകണം എങ്ങനെ ജീവിക്കണമെന്ന്. വിശുദ്ധി നഷ്ടപ്പെടാതെ ജീവിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ എങ്ങനെയാണ് കടന്നു വരിക? ദൈവത്തിൽ നിന്നല്ലാതെ വിശുദ്ധി കടന്നു വരില്ല. ബുദ്ധി കൊണ്ട് ആർക്കും വിശുദ്ധിയുള്ളൊരു ജീവിതം നയിക്കാനായിട്ട് പറ്റില്ല. പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും കരങ്ങൾ പിടിച്ച് അവരോട് ചേരുന്നൊരു ജീവിതം തന്നെയാണല്ലോ വിശുദ്ധിയുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്. ദൈവത്തോട് കൂടെയാണ് ഞാനെന്ന് പറഞ്ഞിട്ട് ഈ ലോകം വെച്ച് നീട്ടി തരുന്ന എല്ലാ സുഖങ്ങളുടെയും മോഹങ്ങളുടെയും പിന്നാലെയാണ് നാം പരക്കം പായുന്നതെങ്കിൽ എങ്ങനെയാണ് നാം യേശുവിൻ്റേതാണെന്ന് മറിയത്തിൻ്റേതാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക? കുടുംബങ്ങളുടെ വിശുദ്ധിയിലേക്ക്, ഭാര്യ ഭർത്താക്കന്മാരുടെ വിശുദ്ധിയിലേക്ക്, മക്കളുടെ വിശുദ്ധിയിലേക്ക് കടന്നു വരാനുള്ളൊരു വലിയ കൃപയാണ് നമുക്കുണ്ടാകേണ്ടത്. അതിനുവേണ്ടി വലിയ ത്യാഗത്തോടെ, ഒരുപക്ഷെ വേദങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇന്ന് ഒരുപാട് മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നവരാണ്. ഒരുപക്ഷെ തുടക്കത്തിലൊന്നും ഉണ്ടായിരുന്നില്ലാത്ത ആ വിശ്വാസത്തിൻ്റെ ഒരു ശക്തി മാതാപിതാക്കന്മാർക്ക് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കിട്ടിയത് കൊണ്ടായിരിക്കാം. മക്കളാകട്ടെ മാതാപിതാക്കന്മാരെ ചൊല്ലി വേദനിക്കുന്ന അനുഭവങ്ങൾ. ഇവിടേക്ക് വീണ്ടും കടന്നു വരാനിടയാകുന്നത് പരിശുദ്ധ അമ്മ തന്നെയാണ്. അമ്മ വരണം. അമ്മ നമ്മുടെ വീടുകളെ സന്ദർശിക്കാൻ ഇടയാകണം. എലിസബത്തിൻ്റെ വീട്ടിലേക്ക് പോയതുപോലെ അമ്മ നമ്മുടെ വീടുകൾ ഒന്ന് സന്ദർശിക്കാനായി ഒരവസരം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അമ്മയെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്താൻ പറ്റുന്ന വിധത്തിൽ എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാനായിട്ടൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ
നിശ്ചയമായും വരും പ്രിയപ്പെട്ടവരെ. അമ്മ വന്ന് ഏറ്റെടുക്കുക തന്നെ ചെയ്യും. ഏറ്റെടുത്ത് നമ്മുടെ കുടുംബങ്ങളെ നവീകരിക്കും. അതിശക്തമായ അമ്മയുടെ കൃപ സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. കാരണം വചനം ഇപ്രകാരമാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്: പാവം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. പാവം അതിശക്തമാവുകയാണെങ്കിൽ കൃപയ്ക്ക് അതിലേറെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. സർവ്വകൃപാവരങ്ങളും മറിയത്തിലൂടെയാണ് നൽകാനായി പിതാവായ ദൈവം തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ കൃപയ്ക്ക് വേണ്ടി മറിയത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ കരങ്ങൾ ചേർത്ത് പിടിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ കൃപ ഈ ഭൂമിയെ തൊട്ടിറങ്ങാനായിട്ട് ഒരവസരം കൂടി ഉണ്ടാകട്ടെ. അമ്മ പറഞ്ഞതുപോലെ 17-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും ഫാത്തിമയിൽ നിന്നും ഇക്വദോറിൽ നിന്നും അമ്മ പറഞ്ഞ വാക്കുകളെ കുറച്ചുകൂടി ഉള്ളിലോട്ടെടുത്തുകൊണ്ട് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമുക്ക് കരങ്ങൾ കോർക്കാം. കുടുംബത്തിലെ എല്ലാവരും കരങ്ങൾ കോർക്കാം. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ചങ്ങലക്കെട്ടുകളെ അഴിച്ചു മാറ്റിക്കൊണ്ട് വലിയ ത്യാഗത്തോടുകൂടി പ്രാർത്ഥനയുടെ ഒരു മനോഭാവം, കൂദാശകളുടെ സ്വീകരണത്തിലേക്കുള്ളൊരു കടന്നുവരവ്, വചനത്തിലേക്കുള്ളൊരു കടന്നുവരവ്, അങ്ങനെ നമ്മുടെ ജീവിതത്തെ നവീകരിക്കാൻ അതിശക്തമായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് കടന്നു വരാൻ അമ്മയുടെ സഹായം നമുക്ക് അപേക്ഷിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. കുറവുകൾ ഏറെയുണ്ടമ്മേ, എന്നാൽ അതെല്ലാം നികത്താൻ നിനക്ക് സാധിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കാനായിലെ കല്യാണ വീട്ടിലെന്നപോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളും കുടുംബത്തിൻ്റെ കുറവുകളും ഏറ്റെടുക്കാൻ നിൻ്റെ സഹായം ഞങ്ങൾ ചോദിക്കുന്നു. പരിശുദ്ധ അമ്മയെ, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റണമേ. മാറ്റിവെച്ചിരിക്കുന്ന കൽഭരണികളിലേക്ക് നിൻ്റെ കൃപ നിറയ്ക്കുവാൻ വേണ്ടി പുത്രനോട് നീ മാധ്യസ്ഥം വഹിക്കണമേ. തകർന്നുപോയ എല്ലാ കുടുംബ ബന്ധങ്ങളിലേക്കും നീ കടന്നു വരണമേ. ജീവിത പങ്കാളികളിലേക്ക് നീ കടന്നു വരണമേ. മക്കളിലേക്ക് കടന്നു വരണമേ. എല്ലാവരും ദൈവത്തിൻ്റെ അഭിഷേകം ഏറ്റുവാങ്ങാൻ വേണ്ടി ശക്തമായ പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന ഏതെങ്കിലും ഒരു വഴിയിലൂടെ നമ്മൾ ഒരിക്കലും യാത്ര ചെയ്യാറില്ല. മറിച്ച് നമ്മൾക്ക് ഏതാണോ ലക്ഷ്യസ്ഥാനം അവിടേക്കുള്ള വഴിയിലൂടെ മാത്രമേ നമ്മൾ യാത്ര ചെയ്യാറുള്ളൂ. നിത്യജ്ഞാനമായ ദൈവത്തിങ്കിലേക്ക് എത്തിച്ചേരാനുള്ള ഏക വഴി പരിശുദ്ധ മറിയമാണ്. ഏതൊരു പാപിയെയും ഏറ്റവും വേഗത്തിലും ഏറ്റവും എളുപ്പത്തിലും സ്വർഗത്തിലെത്തിക്കാൻ അവൾക്ക് സാധിക്കും. പാപികളായ ആത്മാക്കൾ അവളിലൂടെ രക്ഷ നേടണമെന്ന് ആഗ്രഹിച്ച ദൈവം അവളെ ആ ദൗത്യം ഏൽപ്പിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ശക്തിക്ക് അതീതമായ വലിയ കഴിവും മഹത്വവും ഐശ്വര്യവും മാതാവിന് അവിടുന്ന് നൽകിയത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളെയും ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം: അമ്മേ, നീയാണ് ഞങ്ങളുടെ ശാന്തി. നിത്യശാന്തിയായ ഈശോയിലേക്ക് നയിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. मेरी मनोज्ञ देवमातावे, पापिകൾക്കാശ്രയം നീ, ഞങ്ങൾക്കഭയം നീ, ഞങ്ങൾക്കഭയം നീ. मेरी मनोज्ञ देवमातावे,
എത്ര വിശുദ്ധിയുണ്ട് എന്ന് നമ്മൾ അവകാശപ്പെട്ടാലും അത് ഒരുപക്ഷെ ദൈവത്തിങ്കിലേക്ക് നമ്മളെ എത്തിക്കുമോ എന്ന് നമുക്കറിയില്ല. എങ്കിൽ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം, അവളോടുള്ള ആശ്രയത്വം നമ്മളെ തീർച്ചയായും അവിടുന്ന് എത്തിക്കും. നിത്യശാന്തിയായ ദൈവത്തിൽ ഞങ്ങളെ എത്തിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. പാപത്തിൻ ചുഴിയിൽ അലയുന്നു ഞങ്ങൾ, ആലംബമിന്നി വീണിടുന്നു. പാപത്തിൻ ചുഴിയിൽ അലയുന്നു ഞങ്ങൾ, ആലംബമിന്നി വീണിടുന്നു. പൊൻകരം നീട്ടി ശാന്തി തന്നാട്ടിൽ ആനയിക്കൂ ഞങ്ങളെ, ആനയിക്കൂ ഞങ്ങളെ. മേരി മനുത്തി ദേവമാതാവേ, പാപികൾക്കാശ്രയം നീ, ഞങ്ങൾക്കഭയം നീ, ഞങ്ങൾക്കഭയം നീ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാക്കളെ അമ്മയുടെ തൃപ്പാദത്തിങ്കൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അടുത്തേക്കുള്ള യാത്രയിൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിർമ്മലമാം നിൻ ചേവടിയിൽ ആശ്രയം തേടിടും നീ പതിതർ. നിർമ്മലമാം നിൻ ചേവടിയിൽ ആശ്രയം തേടിടും നീ പതിതർ. സ്വർഗീയ ഭാഗ്യം തേടുന്നു ഞങ്ങൾ, ആനയിക്കൂ ഞങ്ങളെ, ആനയിക്കൂ ഞങ്ങളെ. മേരി മനുത്തി ദേവമാതാവേ, പാപികൾക്കാശ്രയം നീ, ഞങ്ങൾക്കഭയം നീ, ഞങ്ങൾക്കഭയം നീ. ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ പരിശുദ്ധ അമ്മ അചഞ്ചലയാണ്. ദൈവം അവളെ ഏൽപ്പിച്ച 2 ദൗത്യങ്ങൾ ഇതായിരുന്നു. ഒന്ന്, ദൈവകുമാരനെ ഭൂമിയിൽ അവതരിപ്പിക്കുക. അത് അവൾ എത്രയോ വിശ്വസ്തയോടെ ചെയ്തു തീർത്തു. ഇനിയും അവൾക്കുള്ള മറ്റൊരു ദൗത്യം അവൻ്റെ 2ാമത്തെ ആഗമനത്തിന് ലോകജനതയെ മുഴുവൻ ഒരുക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയുടെ പാദത്തിങ്കൽ നമ്മുടെ ആത്മാക്കളെ സമർപ്പിച്ചപ്പോൾ നമ്മളുടെ പ്രാർത്ഥന ഒരിക്കൽ കൂടി ഇങ്ങനെയാകട്ടെ. പരിശുദ്ധ അമ്മേ, ലോകമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ലോകമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, ലോകമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. Thank you.